നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വികാസ് യുംനാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി. 2029 വരെയാണ് അദ്ദേഹത്തിന് കരാർ. അപ്പോൾ ഈ താരത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. ചില്ലറക്കാരനല്ല വന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഗാർഡിയൻ്റെ ഒരു മികച്ച 60 താരങ്ങൾ, ലോക ഫുട്ബോളിൽ മികച്ച യുവതാരങ്ങൾ 60 യുവതാരങ്ങളെ പരിചയപ്പെടുത്തിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ജനറേഷൻ 2020. അതിലിടം പിടിച്ച ആദ്യത്തെ ഇന്ത്യൻ ഫുട്ബോളറാണ് വികാസ് യുംനാം എന്ന് നോക്കുക. ഇൻ 2020 യുംനാം gained international recognition by being the first Indian footballer to be featured in the Guardian's Next Generation 2020 list, highlighting 60 of the best young talents in world football എന്ന് കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സ് തന്നെ തങ്ങളുടെ യുവതാരത്തെക്കുറിച്ചുള്ള വിവരം കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ ഹൈലൈറ്റ് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ഗാർഡിയൻ എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കമ്പോഷർ ഓൺ ദി ബോൾ, അതുപോലെ തന്നെ ഗെയിം റീഡിങ് എബിലിറ്റീസ്, എക്സെപ്ഷണൽ ആയിട്ടുള്ള ലോങ് ത്രോയിൻസ്, ഇതൊക്കെ താരത്തെ വ്യത്യസ്തനാക്കുന്ന കാര്യങ്ങളാണ് എന്ന് അന്ന് ഗാർഡിയൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ യൂത്ത് ടീമുകൾക്ക് വേണ്ടി മിന്നും പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അണ്ടർ 16, അണ്ടർ 19, അണ്ടർ 20 ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. അണ്ടർ 16 ഇന്ത്യൻ ടീമിനോടൊപ്പം 2018 AFC അണ്ടർ 16 ചാമ്പ്യൻഷിപ്പിൽ മലേഷ്യയിൽ നടന്ന ടൂർണമെൻറ്റിൽ മിന്നും പ്രകടനം അദ്ദേഹം നടത്തിയപ്പോൾ ഇന്ത്യൻ ടീം ആകെ കൺസീഡ് ചെയ്ത് ഒരേ ഒരു ഗോളായിരുന്നു എന്ന കാര്യം കൂടി നോക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ യൂത്ത് ടീമുകൾക്കൊപ്പം അദ്ദേഹം കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട്. സാഫ് അണ്ടർ 15 ചാമ്പ്യൻഷിപ്പ് 2017, സാഫ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പ് 2022. അങ്ങനെ ഇന്ത്യയുടെ യുവ ടീമുകൾക്ക് വേണ്ടി മികച്ച സംഭാവന നൽകിയിട്ടുള്ള താരം അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് ആരോസിനോടൊപ്പമാണ്, ഇന്ത്യൻ ആരോസിനോടൊപ്പമാണ്. ഐ ലീഗിൽ അദ്ദേഹം ഡെബ്യൂ നടത്തുന്നത് 2020 ഫെബ്രുവരി 5 നരാബ്ക FCക്കെതിരെയായിരുന്നു. അവിടെ വളരെ ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹം നടത്തിയപ്പോൾ റൗണ്ട് ക്ലാസ് പഞ്ചാബിലേക്ക് അദ്ദേഹം മൂവ് ചെയ്യുകയായിരുന്നു. 2023 ചെന്നൈയിൻ FCയിലേക്ക്, അതായത് ISL കളിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം, ഡിഫെൻസീവ് ക്യാപ്പബിലിറ്റീസ് കൃത്യമായിട്ട് നമ്മളവിടെ കാണുകയുണ്ടായി. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി താരമാണ് എന്ന് തന്നെയാണ് വികാസ് യുംനാമിനെ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഭാവിയിലേക്കുള്ള ഒരു സൂപ്പർ സ്റ്റാറിനെയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.